എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വരെയല്ലേ, അപ്പോൾ വീടൊക്കെ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നുണ്ടാവും, എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആഴത്തിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെന്നും ഡീപ്പായിട്ടൊന്നും വീട് ക്ലീൻ ചെയ്യാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ടൊന്ന് ഒരുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻട്രി വേ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, മുകളിലായിട്ട് ചെറിയ രീതിയിൽ മാറാലയുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കുറച്ച് പൊടിയുണ്ട്, ഒത്തിരി ഇല്ല. പിന്നെ താഴെ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അടിച്ചിടുമെങ്കിലും ഇവിടെ നന്നായിട്ട് പൊടി വരുന്നൊരു സ്ഥലമാണ്. അതിന് തൊട്ടരികത്തായിട്ടൊരു പുളിമരം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇഷ്ടംപോലെ ഇലകളൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവാറുണ്ട്. പിന്നെ ഇലകളൊക്കെ വീണ് കിടക്കാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സിറ്റ് ഔട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് ഇറങ്ങി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ മാറാലകൾ, സിറ്റ് ഔട്ടിലെ മാറാലകളൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായിട്ടാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്, ഒറ്റയടിക്ക് എല്ലാവരുടെയും കൂടിയല്ല. അതുപോലെ മുറികൾ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഓരോ ഏരിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ നമ്മുടെ സിറ്റ് ഔട്ടാണ് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുകളിലെ മാറാലയൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരിയില്ല, ഇടയിലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തട്ടി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് റെയിലിങ്സ് പോലെയുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് പൊടിയുണ്ട്. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട്, കുഞ്ഞിൻ്റെ പഴയ ഒരു ബനിയനാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ റെയിലിങ്സിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ബീഡിങ് പോലെയൊക്കെ ഉണ്ട്, അതിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഓരോ ഏരിയ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഭാരം തോന്നില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ല നമ്മൾ ഇപ്പോൾ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഡൈനിങ് റൂം അങ്ങനെ മൊത്തത്തിൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം ഇങ്ങനെ കുറച്ച് ചെറിയ ഏരിയകളായിട്ട് തിരിച്ച് അല്ലെങ്കിൽ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ അത്ര അധികം ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പം ഞാനിന്ന് ഫസ്റ്റ് ഡേ നമ്മുടെ സിറ്റ് ഔട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെയിലിങ്സൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു തൂണുണ്ട്, ആ തൂണിലും കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് പൊടിയുണ്ട്. ആ പൊടിയൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുത്തു. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഈ ചെടിച്ചട്ടികൾ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ ഇതിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ടെന്നല്ലാതെ ഈ ചെടിച്ചട്ടിയിലെ പൊടികളൊന്നും ഞാൻ അങ്ങനെ തുടച്ചൊന്നും കൊടുക്കണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ആ പെയിൻറ്റൊക്കെ പോയി അതുമ്പോൾ കറുത്ത പാടുകൾ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ്, ഒരു തുണി നനച്ച് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പെയിൻ്റ് അടിച്ച് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞ് ഇവിടെ മൊത്തം വെള്ളവും പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി വെള്ളം സിറ്റ് ഔട്ടിൽ വീണാൽ നമുക്കത് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. തൊട്ട് സൈഡിൽ റോഡാണ്, അപ്പോൾ അതിലെപ്പോഴും ആളുകൾ പോകുന്നതുകൊണ്ട് അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ തലയിലൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തുണി നനച്ചിട്ട് തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലുള്ള എല്ലാ ചെടിച്ചട്ടികളും ഞാൻ ഇതുപോലെ തന്നെ തുണിയൊക്കെ നനച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടിയിൽ വെക്കുന്ന ആ ഡിഷ് പോലത്തെ സംഭവവും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇപ്പോൾ സിറ്റ് ഔട്ടിലെ ചെടിച്ചട്ടികളിലെ ജോലികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ പിക്ചേഴ്സിലുള്ള പൊടികളൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ പിക്ചർ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനത് ഊരിയെടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ച് മാറാല പോലെയും പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു ഈശോൻ്റെ ഫോട്ടോ ഉണ്ട്, പക്ഷേ ഇത് ഊരിയെടുക്കാൻ പറ്റില്ല, അതിങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഊരിയെടുക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ അടിയിലെ പൊടികളൊക്കെ ഒന്ന് തുടച്ച് മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ ആ പിക്ചർ ഫ്രെയിമിൻ്റെ അടിയിലെ പൊടിയൊക്കെ ഒന്ന് നന്നായി തുടച്ച് മാറ്റി അതിനുശേഷം ആ ഈശോൻ്റെ രൂപത്തിന് ഉണ്ടായ പൊടിയും അതുപോലെ അതിൻ്റെ ബാക്കിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് തട്ടിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് നമ്മുടെ ഷൂ റാക്കാണ്. അപ്പോൾ കുറച്ച് ഷൂസൊക്കെ ഇവിടെ ഇതിൽ ഇരിപ്പുണ്ട്. കുറച്ചൊക്കെ നല്ല ഷൂസ്, ഒരുപാട് അധികം യൂസ് ചെയ്യാത്ത ഷൂസൊക്കെ അകത്താണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഷൂസും ചെരുപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഈ ഷൂ റാക്കുമ്പോൾ നന്നായിട്ട് പൊടിയുണ്ട്. അപ്പോൾ
ഇപ്പോൾ ഒരു 1-2 ആഴ്ചയായി ഞാൻ ഈ ഷൂ റാക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത ചെരുപ്പുകളൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഒരു ഷൂവും അതുപോലെ എൻ്റെ ഒരു ചെരുപ്പും അങ്ങനെ ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ അത് ഞാൻ കളയാൻ തീരുമാനിച്ചു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഷൂ റാക്ക് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ തുടച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകുന്നില്ല, ജസ്റ്റ് ഒരു തുണി നനച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നമ്മുടെ ഷൂ റാക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെരുപ്പുകളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ചെരുപ്പുകളൊക്കെ ഈ സമയത്ത് ഒന്നെടുത്ത് കളയാനും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഏത് ഭാഗമാണോ ക്ലീൻ ചെയ്യുന്നത് അവിടുത്തെ ഓരോ ടാസ്കും എന്താണെന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്തൊക്കെ സാധനങ്ങൾ ആ റൂമിലുണ്ട് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലുണ്ടെന്ന് ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് അത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാനിനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ചെടികളുടെ ഉണങ്ങിയ ഇലയൊക്കെ ഒന്ന് വെട്ടിക്കളയണം. അപ്പോൾ ഈ പാം ട്രീയുടെ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇത് തിരിച്ചു വയ്ക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മളിതിൻ്റെ താഴെ നിലമൊന്നും അടിച്ചിട്ട് തുടച്ചിട്ടൊന്നുമില്ല. ആ ഒരു ജോലിയും കൂടി ഇനിയുണ്ട്. അപ്പോൾ ചെടികളിലെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജോലി എന്ന് പറയുന്നത് അടിച്ചു വാരിയിട്ട് തുടയ്ക്കുക അല്ലെങ്കിൽ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സിറ്റ് ഔട്ടെല്ലാം നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചു കഴിഞ്ഞ ശേഷം ഞാനിനി ഇവിടെ ഒന്ന് കഴുകാൻ പോവാണ്. ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയായി കിട്ടും. നമ്മൾ തുടയ്ക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതല്ലേ. അപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ ആണെങ്കിൽ ആ ഇലകൾ വീണതിൻ്റെ പാടൊക്കെ സൈഡിലായിട്ടുണ്ട്. പിന്നെ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നതിൻ്റെ അടിയിലായിട്ടും കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചരച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ സിറ്റ് ഔട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തത്. ഓരോ പാർട്ടായിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ജോലികൾ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്ന് നോക്കുക. എന്നിട്ട് ഓരോ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ജോലികൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അധികം ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ ഞാൻ ഈ മൊത്തം സെറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റാണ് എടുത്തത്. കാരണം ഞാൻ ഷൂട്ടും ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത്രയും ടൈം എടുത്തത്. അപ്പം ചെറിയ സെറ്റ് ഔട്ടൊക്കെ ആണെങ്കിൽ അധികം സമയമൊന്നുമില്ല, നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി വലിയ സിറ്റ് ഔട്ട് ആണെങ്കിൽ പോലും മാക്സിമം ഒരു അരമണിക്കൂർ മതി നമുക്ക് നമ്മുടെ വീട്ടിൽ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ എൻട്രി വേ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നമ്മുടെ വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മളെല്ലാം ഒറ്റയടിക്കല്ല, പല പല പാർട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഒരു 21 ദിവസം കൊണ്ടാണ് നമ്മൾ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അധികം ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് കുറച്ച് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ അധികം ടൈമും വേണ്ട, അത്ര അധികം പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ 21 ദിവസത്തെ ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് നാളെ ചലഞ്ചിൻ്റെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വീട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു എനർജി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.